الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, പരമകാരുണികനും കരുണാനിധിയുമായ പടച്ചവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും അവനെ സൂക്ഷിച്ച് ഭക്തരായി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിക വേഷവിധാനം അല്ലെങ്കിൽ വസ്ത്ര സംസ്കാരം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഒന്ന് രണ്ട് ഖുതുബകളിലായി ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുക. മുസ്ലിം സമൂഹത്തിൻ്റെ അവർ പുരുഷന്മാരാകട്ടെ, സ്ത്രീകളാകട്ടെ, കുട്ടികളാകട്ടെ, യുവാക്കളാകട്ടെ, അവരുടെ വേഷവിധാനങ്ങൾ കണ്ടാൽ ഇസ്ലാം ഈ വിഷയത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് തോന്നുന്നത് പോലെയാകാം, ഏത് രൂപവും രീതിയും ഞങ്ങൾക്ക് സ്വീകരിക്കാം എന്ന അവസ്ഥയാണ് എന്നാണ് തോന്നിപ്പോവുക. തലയിൽ തട്ടമിടാതെ നെരിയാണിക്ക് മുകളിൽ മുട്ടിന് താഴെയായിക്കൊണ്ട് തൻ്റെ ചുരിദാറിൻ്റെ പാൻ്റ് ഇട്ടിട്ടുള്ള, അരക്കും മുകളിലായിക്കൊണ്ട് സൈഡ് ഓപ്പൺ നടത്തിയിട്ടുള്ള ഒരു പെൺകുട്ടി നടന്നു പോകുന്നത് കാണുകയാണ് എങ്കിൽ ഒരുപക്ഷെ അന്വേഷിച്ചാൽ ആരാണ് അവൾ എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടുക ഉസ്താദിന്റെ മകളാണ് എന്നായിരിക്കും. അതല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനായ കുട്ടി നടന്നു പോകുന്നുണ്ട്, അവന്റെ പാന്റ് എവിടെയൊക്കെയോ ദ്വാരം വീണിട്ടുണ്ട്, വീണതല്ല വീഴ്ത്തിയതാണ്. അവന്റെ പാന്റ് അത് ജീൻസോ മറ്റേതായിരുന്നാലും ദ്വാരം വീഴ്ത്തിയിട്ടുണ്ട്. അവന്റെ വസ്ത്രം തോന്നിയതുപോലെ അലങ്കോലമായിട്ടാണ് നിൽക്കുന്നത്.
അവന്റെ തലമുടി കണ്ടാൽ പക്ഷിക്കൂടുകളെ പോലെയോ മറ്റോ വികൃതമായ ഒരു രൂപത്തിലാണ് കാണപ്പെടുന്നത്. ആരാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ പ്രസിഡന്റിന്റെയോ സെക്രട്ടറിയുടെയോ മകനാണെന്നായിരിക്കും മറുപടി പറയുന്നത്. ഒരു വിവാഹാഘോഷം നടക്കുന്നു, മദ്രസയിൽ പോകുന്ന സമയത്ത് തലമറച്ചിട്ടുള്ള പെൺകുട്ടിയാണ്, അതുപോലെ തന്നെ അത്തരത്തിലുള്ള രീതി സ്വീകരിച്ചിട്ടുള്ള ആൺകുട്ടികളാണ്. അങ്ങനെ ആ വിവാഹ ആഘോഷത്തിന്റെ ദിവസത്തിന്റെ ആ ദിവസം അതിൻ്റെ തലേ ദിവസങ്ങളിൽ തന്നെ ബ്യൂട്ടി പാർലറുകളിൽ പോയി ശരീരത്തെ മുഴുവനും പുട്ടിയിട്ട് ചുണ്ടിൽ മുഴുവനും അതിൻ്റെതായ വില കൂടിയിട്ടുള്ള പലതും തേച്ച് മിനുക്കി നിറങ്ങൾ മാറി മാറി വരുന്ന രൂപത്തിലാക്കി, അതുപോലെ തന്നെ അന്നത്തെ ദിവസത്തേക്ക് മാത്രം ഒരുപാട് വില കൂടിയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് അങ്ങനെ ആർഭാടമായി പാട്ടും കൂത്തുമായി ഒരു വിവാഹം നടക്കുമ്പോ ആരാണെന്ന് ചോദിച്ചാൽ അവരൊക്കെ ഇവിടുത്തെ കാരണന്മാരെ മക്കളാണ്, അല്ലെങ്കിൽ മെമ്പർമാരായ ആളുകളുടെ മക്കളാണ് എന്നായിരിക്കും, അവരുടെ വീടുകളാണ് എന്നായിരിക്കും മറുപടി ലഭിക്കുക. അവിടെ പെൺകുട്ടികളോ ആൺകുട്ടികളോ സ്ത്രീകളോ പുരുഷന്മാരോ ഒക്കെയാണ് എങ്കിലും. അതുപോലെ റോട്ടിലൂടെ നടന്നു വരുന്ന സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അവരുടെ വേഷവിധാനങ്ങളിൽ കൃത്യതയില്ലാതെ നടക്കുന്ന അവസ്ഥ വന്നാൽ ഒരുപക്ഷെ ഇസ്ലാമികമായി നല്ല വേഷമാണ് എന്നറിയപ്പെടുന്ന പർദ്ദ അത് അരക്കെട്ടിന്റെ സ്ഥലങ്ങളിലോ അതുപോലെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലോ ടൈറ്റാക്കി അടിക്കുകയോ അതിന്റെ രൂപങ്ങളിൽ മാറ്റം വരുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരീരത്തിന്റെ നിമ്നോന്നതകൾ പ്രകടമാകുന്ന വിധത്തിൽ നടക്കുന്നത് കണ്ടാൽ അതാരാണെന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ടവരുടെ മക്കളും ഭാര്യമാരുമൊക്കെയാണ് എന്നായിരിക്കും മറുപടി ലഭിക്കുക. അപ്പോ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മുടെ സമൂഹത്തിൽ, മുസ്ലിം സമൂഹത്തിൽ അവരുടെ വേഷവിധാനങ്ങളെ കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ അവരുടെ നടപടിക്രമങ്ങൾ എന്നത് നമുക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ പല ആളുകളും പറയുന്നത്, കുറെയൊക്കെ ബോധമുള്ള ആളുകൾ തന്നെ, നമസ്കാരത്തിനോ ജമാഅത്തുകൾക്കോ ഒക്കെ വരുന്ന ആളുകൾ തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ ഞാൻ കുറെ പറഞ്ഞു നോക്കി, എന്തു ചെയ്യാനാണ്, പറഞ്ഞിട്ടൊരു ഫലവുമില്ല. പറഞ്ഞിട്ട് ഫലമുണ്ടാകണമെങ്കിൽ പറഞ്ഞാൽ ഫലം കിട്ടുന്ന സമയങ്ങളിൽ അവരുടെ മനസ്സുകളിൽ ഇത് എത്തിക്കേണ്ടതായിരുന്നു എന്ന ബോധം അവർക്കില്ല. അടക്കയാകുന്ന സമയത്ത് ഒരടക്ക കിട്ടിയാൽ മടിയിൽ വെക്കാൻ കഴിയും, പക്ഷെ അത് മുളച്ച് കവുങ്ങായാൽ അത് മടിയിൽ ഉൾക്കൊള്ളുകയില്ല. ആ അടക്കയാകുന്ന സമയത്ത് ഈ ബോധം അവരിലേക്ക് ഉണ്ടാക്കി കൊടുക്കുവാനുള്ള യാതൊരു മാർഗവും സ്വീകരിച്ചിട്ടില്ല. അപ്പൊ പള്ളിയിലൊക്കെ വരുന്ന ആളുകളെ തന്നെ നോക്കൂ നിങ്ങൾ. വേഷവിധാനങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിരിക്കും സംസാരിക്കാനുണ്ടാവുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചകൻ എന്ന് പള്ളിയുടെ പണി കഴിച്ചിട്ടുണ്ടോ അന്ന് മുതൽ പ്രവാചകന്റെ പള്ളികളിൽ സ്ത്രീകളും സാധാരണ എല്ലാ ജമാഅത്തുകൾക്കും ഉണ്ട്. എല്ലാ ജമാഅത്തുകൾ, എന്നാൽ അവർക്ക് നിർബന്ധമല്ല, അവർക്ക് പല വിധത്തിലുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾക്കിടയിലും ജമാഅത്തുകളിൽ പങ്കെടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അതിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്ന സ്ത്രീകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടും തന്നെ പ്രതിഫലം കുറയ്ക്കുകയില്ല എന്ന് മാത്രമല്ല, അങ്ങനെ കഴിയുന്ന ആളുകളൊക്കെയും എല്ലാ സമയങ്ങളിലും തങ്ങളുടെ ബാധ്യതകൾ പൂർത്തീകരിച്ചതിന് ശേഷം ആ ജമാഅത്തുകളിൽ പങ്കെടുക്കുകയുമാണ് അവർ ചെയ്യേണ്ടത്. എന്നാൽ അങ്ങനെ വരുന്ന ആളുകളിൽ തന്നെ പള്ളിയിൽ വരുന്ന ജുമുഅക്ക് വരുന്ന ആളുകൾ എത്ര ഉണ്ടാകും? ഒരു 10, 50, 40, 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ജുമുഅക്ക് പോകേണ്ടതുള്ളൂ എന്ന ധാരണയാണ് നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾക്കുള്ളത്. അത് എല്ലാവരും തന്നെ ഇനി ആരും നോക്കൂല, തന്നെ ഇനി ആരും ശ്രദ്ധിക്കൂല, ഈ ഒരു പ്രായത്തിലെത്തിയിട്ട് പള്ളിയിൽ പോയാൽ മതി എന്ന രൂപത്തിലാണ് പല സ്ത്രീകളും. ചെറുപ്പക്കാരികളില്ല,
നമ്മുടെ മരുമക്കളായ ആളുകളില്ല, അവർക്കിതൊന്നും കേൾക്കേണ്ടതില്ല, പഠിക്കേണ്ടതില്ല. പിന്നെ നമ്മൾ അതൊക്കെ മോശമായി പോയി എന്ന് ശ്രദ്ധിക്കുക. ഒരു പക്ഷേ നമ്മുടെ കുട്ടികൾ ആരെയെങ്കിലും കൂടെ ഇറങ്ങിപ്പോകുന്ന സമയത്തായിരിക്കും. ഒരു ഫോൺ വിളിയുടെ പേരിൽ 10 20 കൊല്ലക്കാലം പോറ്റി വളർത്തിയിട്ടുള്ള മാതാപിതാക്കളെ വില വെക്കാതെ മറ്റാളുകളുടെ കൂട്ടത്തിൽ ഇറങ്ങിപ്പോകുന്ന സമയത്തായിരിക്കും. അന്ന് നോക്കേണ്ട സമയത്ത്, ശ്രദ്ധിക്കേണ്ട സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്ന ഖേദം മനസ്സിലേക്ക് വരുന്നത്. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷമാണ് ഞാൻ ഈ പറയുന്ന വിഷയത്തിലുള്ളത് എന്നതുകൊണ്ടാണ് ഈ വിഷയം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഗൗരവവും അതിന്റെ പ്രാധാന്യവും ഇസ്ലാമികമായ അതിന്റെ നിർദ്ദേശങ്ങളുമെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യമായി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്, ഭൂമുഖത്ത് കോടാനുകോടി ജീവജാലങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിജാലങ്ങളായിക്കൊണ്ട് കോടാനുകോടി ജീവജാലങ്ങളുണ്ട്. ആ ജീവജാലങ്ങളുടെ കൂട്ടത്തിൽ കേന്ദ്ര ബിന്ദുവായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് മനുഷ്യരെയാണ്. ആ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഭൂമുഖത്തുള്ളത് മുഴുവനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഭൂമുഖത്തുള്ള സകലമാന വസ്തുക്കളും മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരികയാണ്. ഈ മനുഷ്യവർഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല രൂപത്തിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു അൽ ഇസ്രായിലൂടെയും പഠിപ്പിക്കുന്നുണ്ട്. വലഖദ് കറംനാ ബനി ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹരി വറസഖനാഹും മിനത് ത്വയ്യിബാതി വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീല എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയുന്നു, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. അവർക്ക് കരയിലും കടലിലുമെല്ലാം വാഹനത്തിലൂടെ സഞ്ചരിക്കുവാനുള്ള കഴിവ് നാം നൽകിയിരിക്കുന്നു. വിശിഷ്ടമായതിൽ നിന്ന് ആഹരിക്കുവാനുള്ള അവസ്ഥയും നാം അവർക്ക് നൽകിയിരിക്കുന്നു. അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഒരുപാട് സൃഷ്ടിജാലങ്ങളിൽ നിന്ന് ഒരുപാട് ശ്രേഷ്ഠതയും അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയിരിക്കുന്നു എന്ന് മനുഷ്യരെ പ്രത്യേകം ആദരിച്ചുകൊണ്ടുള്ള വാക്യവും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാവുന്നതാണ്. ഇനി ഈ കോടാനുകോടി ജീവജാലങ്ങളുടെ കൂട്ടത്തിൽ മനുഷ്യനെന്ന ഒരേ ഒരു ജീവി മാത്രമാണ് വസ്ത്രം ധരിക്കുന്നത്. കോടാനുകോടി ജീവജാലങ്ങളുടെ കൂട്ടത്തിൽ മനുഷ്യനെന്ന ജീവി മാത്രമാണ് വസ്ത്രം ധരിക്കുന്നത്, വസ്ത്രബോധമുള്ളത്. അതവരുടെ സഹജബോധമാണ്. വസ്ത്രബോധം എന്നുള്ളത് മനുഷ്യരെന്ന ജീവിയുടെ മാത്രം സഹജബോധമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത്, ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിലെ വിലക്കപ്പെട്ട കനി തിന്നുപോയ ആ അവസ്ഥ വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നു, ഫഅകലാ മിൻഹാ ഫബദത് ലഹുമാ സൗആതുഹുമാ വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന വഅസാ ആദമു റബ്ബഹു ഫഗവാ. അല്ലാഹു വിലക്കിയിട്ടുള്ള ആ ഖനി അവർ തിന്നുപോവുകയും അങ്ങനെ അവർക്ക് അവരുടെ നഗ്നത വെളിവാവുകയും ചെയ്തു. അവരുടെ നഗ്നത അവർക്ക് വെളിവാവുകയും ചെയ്തു. അങ്ങനെ സ്വർഗത്തിലെ ഇലകൾ പറിച്ചുകൊണ്ട് അവർ നഗ്നത മറക്കുവാൻ തുടങ്ങി. അവിടെ നിന്നങ്ങോട്ട്, അഥവാ ആദിമ മനുഷ്യനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടുള്ള തുടർന്നുള്ള എല്ലാ മനുഷ്യരുടെയും സഹജമായ വാസനയാണ് വസ്ത്രബോധം എന്ന് പറയുന്നത്. ഇത് മുസ്ലിങ്ങളുടെ മാത്രം വിഷയമല്ല. മുസ്ലിങ്ങളല്ലാത്ത ഒരു വ്യക്തി ഒരു പക്ഷേ റോട്ടിലൂടെ നഗ്നനായി നടക്കുന്നത് കണ്ടാൽ അത് അവന്റെ കാര്യമല്ലേ? മൈ ബോഡി മൈ ചോയ്സ് എന്നൊക്കെ പറയുന്ന ഈ കാലഘട്ടത്തിൽ, എന്റെ ശരീരം എന്റെ ഇഷ്ടം എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ അത് അവന്റെ ഇഷ്ടമല്ലേ? അവൻ നഗ്നനായി നടന്നുകൊള്ളട്ടെ എന്ന് സമൂഹം വിചാരിക്കൂല. കാരണം എന്താ? സമൂഹത്തിന്റെ ധാരണയും അവൻ വസ്ത്രം ധരിക്കണമെന്നാണ്. അതുപോലെ ആരെങ്കിലും അത്തരത്തിൽ വസ്ത്രമില്ലാതെ നടക്കുന്നത് വന്നാൽ അവരെ വസ്ത്രം ധരിപ്പിക്കുകയാണ് ചെയ്യുക. ഒരുപാടത്ത് നമ്മുടെ നാട്ടിലൂടെ വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് സംസ്കാരം എന്ന് പറയുന്നത്. വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് പുരോഗമനം എന്ന് പറയുന്നത്. കാരണം ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ വസ്ത്രം ധരിക്കാതെ നടന്നിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ വസ്ത്രം ധരിച്ചിരുന്നില്ല.
ഉയർന്ന ജാതിക്കാരുടെ മുമ്പിൽ വസ്ത്രം മറക്കാതെ മറക്കാതെ നടന്നിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ടിപ്പുവിന്റെ പടയോട്ടമെല്ലാം ഉണ്ടാകുന്നത്. അങ്ങനെ അദ്ദേഹം അവരോട് മറക്കാൻ ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ പ്രവർത്തകന്മാർ അത്തരത്തിലുള്ള ഒരു അവസ്ഥയ്ക്ക് വേണ്ടി സമരം ചെയ്യുകയും ചെയ്തു. വസ്ത്രം ധരിക്കാനുള്ള മറക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്തു, നേടിയെടുത്തു. അഥവാ വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഒരു അവകാശമാണ്. വസ്ത്രം ധരിക്കുക എന്നുള്ളത് അവകാശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മക്കം ഫത്വൊക്കെ അതിന് മുമ്പായിക്കൊണ്ട് കഅബാലയം തവാഫ് ചെയ്യുന്ന അവസ്ഥയിൽ അവർ നഗ്നരായിക്കൊണ്ടായിരുന്നു തവാഫ് ചെയ്തിരുന്നത് എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇസ്ലാം കടന്നു വരികയും ഖുർആൻ അവരോട് ചോദിക്കുകയും ചെയ്തു, ഖുൽ മൻ ഹറമ സീനത്തല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഈ അലങ്കാരത്തെ നിഷിദ്ധമാക്കിയിട്ടുള്ളത് ആരാണ്? അതുകൊണ്ട് നിങ്ങൾ വസ്ത്രം ധരിച്ചുകൊണ്ട് തവാഫ് ചെയ്യുക. അപ്പോ അപരിഷ്കൃതരായ ആളുകൾ എന്ന് പറയുന്നവരാണ് വസ്ത്രം ധരിക്കാത്തവർ. പുരോഗമനത്തിന്റെ ആളുകൾ, പുരോഗമനത്തിന്റെ ചിന്താഗതിയുള്ളവർ, അവർ വസ്ത്രം ധരിക്കുന്നവരാണ്, ധരിപ്പിക്കേണ്ടതാണ്. ആ ധരിക്കുന്നതിന് വേണ്ടി ശബ്ദമുണ്ടാക്കേണ്ടതാണ്. അവർ വസ്ത്രം ധരിക്കുക എന്നതാണ് സംസ്കാരം. വസ്ത്രം ധരിക്കുക എന്നതാണ് അന്തസ്സ്. വസ്ത്രം ധരിക്കുക എന്നതാണ് പ്രൗഢി. വസ്ത്രം ധരിക്കുക എന്നതാണ് ആഭിജാത്യം. വസ്ത്രം ധരിക്കുക എന്നതാണ് മാന്യത. അപ്പോ വസ്ത്രത്തിന്റെ കാര്യത്തിൽ ആ രൂപത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാം കാണുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്തു അൽ അറാഫിലെ 26-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു, യാ ബനി ആദം. അവിടെ തന്നെ യാ ബനി ആദം ഖുർആനിൽ 5 സ്ഥലത്താണ് യാ ബനി ആദം എന്ന് പറഞ്ഞിട്ടുള്ളത്. ആദം സന്തതികളെ എന്ന് വിളിച്ചുകൊണ്ട് മനുഷ്യരെ ഒട്ടാകെ അഭിസംബോധന ചെയ്യുന്ന 5 ആയത്തുകൾ. ഈ 5 ആയത്തുകളിൽ 3 ആയത്തുകളും യാ ബനി ആദം എന്ന് പറയുന്ന 5 ആയത്തുകളിൽ 3 ആയത്തുകളും വസ്ത്രവുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ്. കാരണം അത് മനുഷ്യർക്ക് മുഴുവനും ബാധകമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ, അല്ലാഹു നിങ്ങൾക്ക് വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു. അഥവാ അള്ളാഹ് ആകാശത്ത് നിന്ന് വസ്ത്രം ഇറക്കി എന്നല്ല, വസ്ത്രബോധം അഥവാ നഗ്നതാ ബോധം. എന്റെ നഗ്നത ഞാൻ മറച്ചിരിക്കണം എന്ന ബോധം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. എന്തിനു വേണ്ടി? യുവാരി സൗആതിക്കും, നിങ്ങളുടെ നഗ്നതകൾ മറക്കുവാൻ വേണ്ടിയിട്ടാണ്. വരീശൻ, അലങ്കാരത്തിന് വേണ്ടിയിട്ടുമാണ്. പക്ഷികൾക്ക് രീശ് എന്ന് പറഞ്ഞാൽ തൂവൽ എന്നാണ് അർത്ഥം. പക്ഷികൾക്ക് തൂവൽ അലങ്കാരമാകുന്നത് പോലെ, പക്ഷികൾക്ക് തൂവൽ സംരക്ഷണമാകുന്നത് പോലെ വസ്ത്രം ധരിക്കുന്ന ഒരു മനുഷ്യന് ഇത് രണ്ടുമാണ് വസ്ത്രം. അഥവാ അവന് സംരക്ഷണമാണ്. ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നുമുള്ള സംരക്ഷണമാണ്. അതുപോലെ തന്നെ പ്രകൃതിപരമായി അവന് ദോഷം ചെയ്യുന്ന പലതിൽ നിന്നുമുള്ള സംരക്ഷണമാണ്. ഈ അറബികളെ സംബന്ധിച്ചൊക്കെ പറയുന്ന ചരിത്രങ്ങൾ പറയുന്ന സ്ഥലത്ത് കാണാം, അവർ വർഷത്തിൽ 2 പ്രാവശ്യമായിരുന്നു വസ്ത്രമെടുത്തിരുന്നത് എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിൽ 2 പ്രാവശ്യം വസ്ത്രമെടുത്ത് ആർഭാടം കാണിച്ചു എന്നല്ല. അവിടുത്തെ കാലാവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ ചൂടുള്ള കാലാവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ തണുപ്പുള്ള കാലാവസ്ഥയായിരിക്കും. തണുപ്പ് കാലത്തിടുന്ന വസ്ത്രം ചൂടുകാലത്തേക്ക് കൊള്ളുകയില്ല, ചൂടുകാലത്തിടുന്ന വസ്ത്രം തണുപ്പ് കാലത്തേക്കും കൊള്ളുകയില്ല. അതുകൊണ്ട് അവർ ആ രൂപത്തിലായിരുന്നു വസ്ത്രം ധരിച്ചിരുന്നത്, അവിടെ ശരീരത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി. അപ്പോ തൂവൽ പക്ഷികൾക്ക് എങ്ങനെ സംരക്ഷണമാകുമോ അതുപോലെ സംരക്ഷണമാകേണ്ടതാണ് മനുഷ്യർക്ക് അവർ ധരിക്കുന്ന വസ്ത്രം. രണ്ടാമത്തത് അവർക്ക് അലങ്കാരമാണ്. അവർ ശരീരത്തിൽ അവർക്ക് അലങ്കാരമായിക്കൊണ്ട് സൗന്ദര്യമായിക്കൊണ്ടുമാണ് വസ്ത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ളത്. എന്നിട്ട് ഖുർആൻ പ്രത്യേകം ഒന്ന് എടുത്തു പറയുന്നു, വലിബാസു തഖ്വ, എന്നാൽ തഖ്വയുടെ വസ്ത്രം ദാലിക ഖൈർ, അതാകുന്നു ഏറ്റവും നല്ല വസ്ത്രം. അത് പുറത്തണിയുന്നതല്ല. തഖ്വയുടെ വസ്ത്രം അത് പുറത്തണിയുന്നതല്ല. ഈ തഖ്വയുടെ വസ്ത്രം ഉള്ളിലണിഞ്ഞാൽ മാത്രമേ പുറമേ നമുക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ആ വസ്ത്രം ധരിക്കാൻ കഴിയൂ. ആ വസ്ത്രം അതിന്റെ നിർദ്ദേശപ്രകാരം ധരിക്കണമെങ്കിൽ
തഖ്വയുടെ വസ്ത്രം അവന്റെ ഹൃദയത്തെ ധരിപ്പിച്ചിരിക്കണം. ഒരു കവി പറഞ്ഞതുപോലെ ഇദൽ മർഉ ലം യൽബസ് ലിബാസം മിനത്തുഖാ തഖല്ലുബ ഉരിയാനൻ വഇൻ കാന കാസിയ. ഒരു മനുഷ്യൻ ഇദൽ മർഉ ലം യൽബസ് ലിബാസം മിനത്തഖ്വ, തഖ്വയുടെ വസ്ത്രം അവൻ ധരിച്ചിട്ടില്ല എങ്കിൽ തഖല്ലുബ ഉരിയാനൻ, അവൻ നഗ്നനായിട്ടാണ് നടക്കുക. വഇൻ കാന കാസിയ, പുറമേ അവൻ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും. പുറമെ വസ്ത്രം ധരിച്ചാലും ഹൃദയത്തിന് തഖ്വയുടെ വസ്ത്രം ധരിക്കേണ്ടതുണ്ട് എന്നതാണ് ഖുർആൻ പറയുന്നത്. ആ ഒരു ബോധമുള്ളവർക്ക് ഈ വസ്ത്രത്തിന്റെ കാര്യത്തിൽ മാന്യതയോടുകൂടി സംസ്കാരത്തോടുകൂടി വികൃതമല്ലാത്ത രൂപത്തിൽ ആണിനും പെണ്ണിനും വസ്ത്രം ധരിക്കാൻ സാധിക്കൂ. അപ്പോ വസ്ത്രധാരണയുടെ രംഗത്ത് നമുക്കൊരു നിലപാടുണ്ടാവണം. വസ്ത്രധാരണയുടെ രംഗത്ത് മുസ്ലിങ്ങളായ ആളുകൾക്ക് ഒരു നിലപാടുണ്ടാവണം, ഒരു കാഴ്ചപ്പാടുണ്ടാകണം. എന്താണ് ആ കാഴ്ചപ്പാട്? ഞാനൊരു മുസ്ലിമാണ് എന്ന കാഴ്ചപ്പാടാണ്. അത് കുട്ടികളാകട്ടെ, മുതിർന്നവരാകട്ടെ, ചെറുപ്പക്കാരാകട്ടെ, ആണാവട്ടെ, പെണ്ണാകട്ടെ, അവർക്കുണ്ടാവേണ്ട നിലപാട് ഞാനൊരു മുസ്ലിമാണ് എന്ന നിലപാടാണ്. ആ കാര്യം നമ്മളൊക്കെ അംഗീകരിക്കുന്നു. ആ കാര്യം അംഗീകരിക്കുന്ന ഒരു മുസ്ലിം സഹോദരനോ സഹോദരിയോ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിലുള്ള വിഷയങ്ങളിൽ പ്രവാചകരെ താങ്കളുടെ വിധി അവർ മനസ്സാ വാച കർമ്മണ അംഗീകരിക്കുന്നവരാകണം. അപ്പോഴേ അവർ വിശ്വാസിയാവുകയുള്ളൂ. മുസ്ലിമാണെന്ന് പറഞ്ഞാൽ പോരാ, വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ പോരാ, മറിച്ച് പ്രവാചകനോ വിശുദ്ധ ഖുർആനോ ഇസ്ലാമിന്റെ വിഷയത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ തയ്യാറുള്ളവരാകണം. മാനസികമായി അതൊരു പ്രയാസമായി അനുഭവപ്പെടാത്തവർ മാത്രമേ അവർ വിശ്വാസിയാവുകയുള്ളൂ. എനിക്ക് വിശദീകരിക്കാനുള്ളതാണ്. ഇപ്പൊ നെരിയാണിന്റെ ചോട്ടിൽ ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതെന്തേ ഇപ്പൊ അങ്ങനെ പറയാൻ എന്നൊരു മനസ്സിൽ മോശമായ വിചാരം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കുറിച്ച് അത് പിന്നീട് വിശദീകരിക്കാനുള്ളതാണ്. ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒരു അനിഷ്ടം ആ വിഷയത്തിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ളവരാണ് മുസ്ലിം, അങ്ങനെയുള്ളവരാണ് മുഅ്മിൻ, അങ്ങനെയുള്ളവരാണോ ഞാൻ എന്ന് ഞാനും നിങ്ങളും ഓരോ സഹോദരനും സഹോദരിയും നമ്മെക്കുറിച്ചും നമ്മുടെ ഭാര്യമാരെ കുറിച്ചും ഭർത്താക്കന്മാരെ കുറിച്ചും നമ്മുടെ കുട്ടികളെ കുറിച്ചും ഒക്കെ നമ്മൾ ആലോചിക്കേണ്ടത്. എൻ്റെ വീട്ടിലുള്ളവരെല്ലാം മുസ്ലിങ്ങൾ തന്നെയാണോ? എന്റെ വീട്ടിലുള്ളവരെല്ലാം മുഅ്മിനുകൾ തന്നെയാണോ? ആണെങ്കിൽ ഈ വിഷയത്തിലുള്ള നിയമം അവർ അനുസരിച്ചേ പറ്റൂ, എങ്കിലേ അവർ മുസ്ലിങ്ങളാവുകയുള്ളൂ, എങ്കിലേ അവർ വിശ്വാസികളാവുകയുള്ളൂ എന്ന് ഖുർആൻ തീർത്തു പറയുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇനി വസ്ത്രം അതിൻ്റെ മാന്യതയിൽ നിന്ന് പുറത്തു പോകുന്ന വിധത്തിൽ ധരിക്കുക എന്നുള്ളത്, നഗ്നതകൾ പുറത്തു കാണിക്കുക എന്നുള്ളത്, അത്തരത്തിലുള്ള വേഷവിധാനം, വികൃതമായ രൂപത്തിലുള്ള വസ്ത്രധാരണം സ്വീകരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഖുർആൻ പറയുന്നു, യാ ബനി ആദം ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ, ആദം സന്തതികളെ നിങ്ങളെ പിശാചി അപകടപ്പെടുത്താതിരിക്കട്ടെ. ഏതുപോലെ കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, നിങ്ങളുടെ പൂർവ്വ പിതാവിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ യൻസിഉ അൻഹുമാ ലിബാസഹുമാ, ആ പിശാച് എന്താ ചെയ്തത്? വസ്ത്രം ധരിക്കുന്നതിൽ നിന്ന് അവരുടെ വസ്ത്ര നഗ്നതാബോധം അവർക്കുണ്ടാക്കി കൊടുത്തു. അവർ ആ വൃക്ഷത്തിലെ കനി തിന്നതിന്റെ പേരിൽ എന്നിട്ട് യുരിയഹുമാ സൗആതിഹിമാ, അവരുടെ നഗ്നത അവർക്ക് കാണുന്ന വിധത്തിൽ, അത്തരത്തിൽ പിശാച് നിങ്ങളെ അപകടപ്പെടുത്തുന്ന ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാവാതിരിക്കട്ടെ എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോ ഈ ഗൗരവത്തോട് കൂടി ഖുർആൻ നിരവധി ആയത്തുകളിലൂടെ പറഞ്ഞിട്ടുള്ള, പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു കാര്യമാണ് വസ്ത്രധാരണ രൂപം എന്നുള്ളത്. അതിന്റെ ഗൗരവവും പ്രാധാന്യവും നമ്മൾ ഉൾക്കൊള്ളുക. അതുപോലെ വിശുദ്ധ ഖുർആൻ ആ വിഷയത്തിൽ പറയുന്നത്, യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ, ഏ വിശ്വാസികളെ, ആദം സന്തതികളെ, നിങ്ങൾ എല്ലാ ആരാധനാ വേളകളിലും വളരെ ശുദ്ധമായ വസ്ത്രം നിങ്ങൾ ധരിക്കുക എന്നാണ്. ഇന്ന വസ്ത്രം എന്ന് ഇസ്ലാം പറയുന്നില്ല. അനുവദനീയമായ വസ്ത്രത്തിൽ ചില നിബന്ധനകളും നിർദ്ദേശങ്ങളും വെക്കുക എന്നതല്ലാതെ
മുസ്ലിങ്ങളുടെ വേഷം ഇന്നതാണ്, അവരുടെ ഫുൾക്കൈ വേഷമാണ്, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രത്യേകമായ വേഷങ്ങളാണ് എന്ന് ഇസ്ലാം പറയുന്നില്ല. അനുവദിക്കപ്പെട്ട ഏത് വേഷവും അവർക്ക് ധരിക്കാം, നഗ്നത മറയുന്നതാകണം എന്നേയുള്ളൂ. അത് വളരെ വൃത്തിയോടുകൂടി ഭംഗിയോടുകൂടി നിങ്ങൾ ധരിക്കുക. പ്രത്യേകിച്ച് ആരാധനാവേളകളിൽ നമസ്കരിക്കുന്ന സമയത്ത് രാത്രി മുഴുവനും കിടപ്പറയിൽ ഉപയോഗിച്ചിട്ടുള്ള ആ തുണിയുമെടുത്തുകൊണ്ട്, കള്ളിത്തുണിയുമായിക്കൊണ്ട്, ആ ഡ്രസ്സുമായിക്കൊണ്ട് നിങ്ങൾ പള്ളിക്ക് വരരുത്. അതുപോലെ ആരാധനകളിലേക്ക് വരരുത്. നിങ്ങൾ വളരെ വൃത്തിയുള്ളവരാകണം, ശുദ്ധിയുള്ളവരാകണം, വെടുപ്പുള്ളവരാകണം ആരാധനകൾ നിർവഹിക്കുന്ന സമയത്ത് എന്ന. ഏറ്റവും വൃത്തിയുള്ളവരായിട്ടാണ് ആരാധനക്ക് വരേണ്ടത്. കാരണം നോക്കൂ, നിങ്ങൾ ഒരുപക്ഷെ നമ്മൾ ജമാഅത്ത് കഴിഞ്ഞതിന് ശേഷം ഒരാള് നമ്മെ വിളിച്ചു എന്നിരിക്കുക, വാ നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. എവിടേക്കാ പോകാനുള്ളത്? ഒന്ന് ആലുവ വരെ പോകണം, അല്ലെ എറണാകുളം വരെ പോകണം. അപ്പോ അത് അത്യാവശ്യം കൂടെ പോരൂ എന്ന് പറഞ്ഞാൽ ഓൻ ചിലപ്പോ ഓന്റെ ഡ്രസ്സ് മകുവേ ഇപ്പൊ ഞാൻ പോരൂല. കാരണം എന്താ, ഞാൻ ഈ ഡ്രസ്സാട്ടത്. ഇപ്പൊ പഠിച്ചോന്റെ അടുത്തേക്ക് വന്നപ്പോ വേറൊരു വഴിക്ക് പോകാൻ പറ്റാത്ത ഡ്രസ്സാണ് നമ്മളെ പറ്റുള്ളത്. ഒരു വിശേഷപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റാത്ത ഡ്രസ്സാണ് നമ്മുടെ ശരീരത്തിലുള്ളത് എങ്കിൽ ആ പഠിച്ചോന്റെ അടുത്തേക്ക് ഏത് കോലത്തിലും പോകാം, നമസ്കാരത്തിന്റെ ഏത് കോലത്തിലും പോകാം എന്നൊരു രീതിയല്ലേ നമ്മുടെ മനസ്സിലുള്ളത്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഏറ്റവും വൃത്തിയുള്ള, ഏറ്റവും ശുദ്ധിയുള്ള, ഔറത്ത് മറയുന്ന രൂപത്തിലുള്ള വസ്ത്രമാണ് ജമാഅത്തുകൾക്ക് അവൻ വരുന്ന സമയത്ത് അവനിൽ ഉണ്ടാകേണ്ടത്, ആരാധനകൾക്ക് അവൻ സ്വീകരിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു വരികയാണ്. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ. ഒരു അണുമണിത്തൂക്കം കിബറുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സ്വഹാബത്ത് ചോദിച്ചു, ആരാണ് പ്രവാചകനെ ഈ കിബറുള്ള ആളുകൾ? ഇന്ന റജുല യുഹിബ്ബു അൻ യകൂന സൗബഹു ഹസന. ഒരാള് നല്ല വസ്ത്രം ഇടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അത് കിബറാണോ? നഅലുഹു ഹസന, നല്ല ചെരുപ്പിടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അത് കിബറാണോ? അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ, അല്ലാഹ് ഭംഗിയുള്ളവനാണ്, യുഹിബ്ബുൽ ജമാല, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് അതൊന്നും കിബറിൽപ്പെട്ടതല്ല. കിബർ എന്ന് പറഞ്ഞാൽ അൽ കിബ്റു ബത്റുൽ ഹഖി വഗംതുൻ നാസ്, സത്യത്തെ മുഖം തിരിച്ചു നിൽക്കുകയും ജനങ്ങളെ അവഗണിക്കുകയും ചെയ്യുക എന്നതാണ് കിബർ എന്ന് പറയുന്നത്. അതുകൊണ്ട് വൃത്തിയുള്ള, ശുദ്ധിയുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്ന് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ വിശുദ്ധ ഖുർആൻ പറയുന്നു, വസ്ത്രം എന്ന് പറയുന്നത് ഒരു നിഅ്മത്താണ്. വജഅലല്ലാഹു ലക്കും തഖീകും വൽ ഹർറ വസറാബീലു തഖീകും ബഅസകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അവൻ വസ്ത്രമിറക്കിയിരിക്കുന്നു, നിങ്ങളെ ചൂടിൽ നിന്നുള്ള സംരക്ഷണത്തിൽ തടുത്തു നിർത്തുവാൻ വേണ്ടി. അതുപോലെ യുദ്ധവേളകളിൽ നിങ്ങൾക്ക് ശത്രുവിന്റെ വെട്ടേൽക്കാതിരിക്കുവാനുള്ള അത്തരത്തിലുള്ള കവചങ്ങളും അവൻ നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. കദാലിക യുതിമ്മു നിഅ്മതഹു, അതുപോലെ അല്ലാഹു അവന്റെ നിഅ്മത്ത് നിങ്ങൾക്ക് പൂർത്തിയാക്കിയിരിക്കുന്നു. അപ്പോ വസ്ത്രമുണ്ടാവുക, വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞത് ഒരു നിഅ്മത്തായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഈ വിഷയത്തിൽ ആ വൃത്തിയുള്ള, ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക എന്നതോടുകൂടി നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പുരുഷൻ സ്ത്രീകളുടെ വസ്ത്രമോ സ്ത്രീകൾ പുരുഷന്മാരുടെ വസ്ത്രമോ ധരിക്കാൻ പാടില്ല എന്നതാണ്. സാധാരണഗതിയിൽ പുരുഷന്മാർ ധരിക്കുന്ന വസ്ത്രം, സാധാരണഗതിയിൽ സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രം, അത് പരസ്പരം സ്ത്രീകൾ പുരുഷന്റേതോ പുരുഷൻ സ്ത്രീയുടെയോ വസ്ത്രം ധരിക്കുവാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിന്നിസാ വൽ മുതശബ്ബിഹാതി മിനൻ നിസാഇ ബിർരിജാൽ. അല്ലാഹു ശപിച്ചിരിക്കുന്നു ആരെ? പുരുഷന്മാരുടെ വേഷം ധരിക്കുന്ന സ്ത്രീകളെയും സ്ത്രീകളുടെ വേഷം ധരിക്കുന്ന പുരുഷന്മാരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ചിലപ്പോ കുട്ടികളായിരിക്കുന്ന സമയത്ത് ചില ആളുകൾ ആണാണോ പെണ്ണാണോ എന്ന് തിരിയാത്ത രൂപത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ചിലപ്പോൾ ധരിപ്പിക്കുന്നത് കാണാം. ക്രോസ് ഡ്രസ് എന്ന് പറയുന്ന രൂപത്തിൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് തിരിയാത്ത രൂപത്തിലുള്ള ഒരു അവസ്ഥയിൽ. എന്നാൽ അങ്ങനെയുള്ള കുട്ടികൾ വളർന്നു വരുന്ന അവസരങ്ങളിൽ അവർക്ക് ബുദ്ധിപരമായിട്ടുള്ള തകരാറുകൾ സംഭവിക്കാറുണ്ട് എന്നാണ്. ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് കുട്ടിക്ക് തന്നെ തീരുമാനിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വരികയും പിന്നീട് അത് ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളുമായി മാറുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട്. അതുപോലെ ചെറിയ കുട്ടി
വ്യക്തിയല്ലേ എന്നതിന്റെ പേരിൽ ചിലപ്പോ മോതിരങ്ങൾ ഇട്ട് കൊടുക്കുക, അതുപോലെ സാധാരണഗതിയിൽ അത്തരത്തിൽ സ്വർണ്ണ മോതിരങ്ങൾ, സ്വർണത്തിന്റെ മാലകൾ അതൊക്കെ ഇട്ടുകൊടുക്കുക എന്നുള്ളത്, അത്തരത്തിലുള്ളതൊക്കെ അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതാണ്. അതൊരു പക്ഷേ തക്ലീഫ് വന്നിട്ടാണ് അവരുടെ മേൽ നിർബന്ധമാവുന്നത് എന്ന് പറഞ്ഞാൽ തന്നെയും അവർക്ക് ഇട്ടുകൊടുക്കുന്ന ആളുകൾക്ക് തക്ലീഫ് വന്നിട്ടുണ്ടല്ലോ. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരാൾ ഈ ഒരു സംശയം ചോദിച്ചു. അദ്ദേഹം ചെറിയ കുട്ടികൾക്ക് സ്വർണ്ണാഭരണങ്ങൾ ധരിപ്പിക്കാൻ പാടുണ്ടോ എന്ന സംശയം ചോദിച്ചപ്പോ അദ്ദേഹം ഉണ്ട് ഇല്ല എന്ന രണ്ട് മറുപടിയുമല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഞാൻ അത് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. ഉണ്ട് എന്ന് ഖണ്ഡിതമായി പറയാനോ ഇല്ല എന്ന് ഖണ്ഡിതമായി പറയാനോ കഴിയില്ല. എന്നാൽ ആ കുട്ടികളെ സ്വത്വബോധത്തോടു കൂടി ഞാനൊരു ആൺകുട്ടിയാണ് എന്ന അവസ്ഥയിൽ തന്നെ ആൺകുട്ടികളെയും പെൺകുട്ടിയാണ് എന്ന അവസ്ഥയിൽ പെൺകുട്ടികളെയും വളർത്തുന്ന ഒരു രീതിയാണ് സ്വീകരിക്കേണ്ടത് എന്നാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുന്ന സ്ഥലത്ത് അദ്ദേഹം മദിയനിലേക്ക് എത്തിപ്പെട്ട ആ സമയത്ത് ആടിന് വെള്ളം കൊടുക്കുന്ന ഒരു രംഗം പറയുന്നുണ്ട്. അവിടെ ചില സ്ത്രീകൾ മാറി നിൽക്കുകയും ആണുങ്ങളുടെ അവസരം കഴിയാൻ കാത്തു നിൽക്കുകയും ചെയ്യുന്ന ഒരു രംഗം. അവിടെ നമുക്കവിടെ ഖുർആൻ പറഞ്ഞു തരുന്നത് ഖാലത്തി ഇഹ്ദാഹുമാ യാ അബതി ഇസ്തഅ്ജിർഹു ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയ്യൽ അമീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. സ്ത്രീകൾ അവിടെ മാറി നിൽക്കുകയാണ്. അവരുടെ ഒരു മര്യാദ, അവരുടെ സംസ്കാരം ഇത് കഴിഞ്ഞതിന് ശേഷമാണ് എന്നുള്ളത്. എന്നിട്ട് അതിന് ശേഷമുണ്ടാകുന്ന അതുപോലെയുള്ള മേഖലകളിലും വസ്ത്രധാരണ രംഗത്തായിരുന്നാലും ആൺകുട്ടികളെ ആൺകുട്ടികളായിക്കൊണ്ടും പെൺകുട്ടികളെ പെൺകുട്ടികളായിക്കൊണ്ടും അവർ വളർന്നു വരേണ്ടത് ആവശ്യമാണ്. ഭാവിയിൽ അവരുടെ ജീവിതത്തിന് അത് പ്രചോദകരമായി തീരുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതുപോലെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ്, മറ്റു മതവിഭാഗങ്ങൾ അവരുടെ മതാചാരത്തിന്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ നാം ഒഴിവാക്കേണ്ടതാണ്. മറ്റു മതവിഭാഗങ്ങൾ അവരുടെ മതാചാരത്തിന്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ അടിസ്ഥാനപരമായി ഈ പറഞ്ഞ വസ്ത്രത്തിന് കുഴപ്പമൊന്നുമില്ല. ഹലാലാണോ എന്ന് ചോദിച്ചാൽ ഹലാലാണ്. എന്നാൽ അടിസ്ഥാനപരമായി മറ്റൊരു വിഭാഗം അവരുടെ മതാചാരത്തിന്റെ ഭാഗമായി കൊണ്ട് സ്വീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഉദാഹരണമായിക്കൊണ്ട് സ്വാമിമാർ ധരിക്കാറുള്ള വസ്ത്രം, അതവരുടെ ഒരു മതചിഹ്നമായി അവരുടെ സ്വാമിമാരുടെ പ്രത്യേകമായ ഒരു വേഷമായിക്കൊണ്ട് അവർ സ്വീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് നമ്മൾ ധരിക്കാതിരിക്കുക എന്നതാണ് അവിടെ നാം സ്വീകരിക്കേണ്ടുന്ന നിലപാട്. അതുപോലെ പള്ളിയിലച്ചന്മാർ സ്വീകരിക്കുന്ന അവരുടെ ഡ്രസ്സായി പ്രത്യേകമുള്ള അത്തരത്തിലുള്ള ഡ്രസ്സുകൾ, അതുപോലെ കന്യാസ്ത്രീകൾ സ്വീകരിച്ചിട്ടുള്ള പ്രത്യേകമായ വസ്ത്രങ്ങൾ, അതൊക്കെ മതത്തിന്റെ ചില ആരാധനകളും ആചാരങ്ങളുമായി കൊണ്ട് സ്വീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും നാം വിട്ടുനിൽക്കേണ്ടതാണ്. അപ്പോ ഭംഗിയുള്ള വസ്ത്രമാണ് വേണ്ടത്. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഏറ്റവും വൃത്തിയുള്ള വസ്ത്രമാണ് വേണ്ടത്. അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു നീഴ്മത്താണ് വസ്ത്രം എന്ന് പറയുന്നത്. അത് ജെൻഡർ അനുസരിച്ചുകൊണ്ട്, ലോകത്തിന്റെ ആരംഭം തൊട്ടേ രണ്ട് ജെൻഡറുകളാണ്, ഒന്നുകിൽ പുരുഷനാണ് അല്ലെങ്കിൽ സ്ത്രീയാണ്. അതിനനുസരിച്ചുള്ള വസ്ത്രധാരണ രീതിയാണ് വേണ്ടത്. അപ്രകാരം തന്നെ പ്രത്യേകമായ മതാചാരങ്ങൾക്ക് മറ്റുള്ളവർ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ നമ്മൾ സ്വീകരിക്കുവാൻ പാടില്ല. അത് നമ്മുടെ നിലപാടാകുവാൻ പാടില്ല. ഇങ്ങനെയുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ ഇസ്ലാം ഈ വിഷയത്തിൽ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കേൾക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തുകൊണ്ട് ഒരു മുസ്ലിമായി കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂം ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീകും ഇബാദല്ലാഹി വ നഫ്സി താനിയം ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. വസ്ത്രധാരണ എന്നുള്ളത് വളരെ ഗൗരവത്തിൽ കാണേണ്ടുന്ന ഒരു വിഷയമാണെന്നും ഇസ്ലാം പറഞ്ഞിട്ടുള്ള നിയമനിർദ്ദേശങ്ങൾ ആ വിഷയത്തിൽ നമ്മൾ പാലിച്ചെങ്കിൽ മാത്രമേ നമ്മളൊരു യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ എന്നും ആഭാസകരമായിട്ടല്ല വസ്ത്രം ധരിക്കേണ്ടത്, അതൊരു സംസ്കാരമാണ്, മാന്യതയാണ് എന്ന രൂപത്തിലാണ് എന്നുമൊക്കെയാണ് നാം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ വസ്ത്രധാരണ രംഗത്ത് നാം സ്വീകരിക്കേണ്ടുന്ന ചിന്തകൾ,
ആണ് വിശദീകരിച്ചിട്ടുള്ളത്. അതുപോലെ വസ്ത്രത്തിന്റെ മറ്റൊരു കാര്യമാണ്, ധരിക്കുന്ന വസ്ത്രം ഹറാമാകാൻ പാടില്ല. ഹറാമായ വസ്ത്രം വേറൊരാളുടേത് കട്ടെടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമ്പാദ്യത്തിൽ നിന്ന് വാങ്ങുകയോ ചെയ്തതാണ് എങ്കിൽ അത് ഹറാമായ വസ്ത്രം തന്നെയാണ്. പ്രാർത്ഥിച്ചാൽ പോലും പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ധരിക്കുന്ന വസ്ത്രം ഹലാലായ രൂപത്തിലുള്ളത്, ഹലാലായ സമ്പാദ്യത്തിലൂടെ വാങ്ങിയിട്ടുള്ളത് ആവണം എന്നുള്ള ഒരു ബോധ്യവും നിർബന്ധവും വിശ്വാസികളായ ആളുകൾക്ക് ഉണ്ടാവേണ്ടതാണ്. അപ്രകാരം തന്നെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഇസ്രാഫ് പാടില്ല എന്ന് പ്രവാചകൻ പ്രത്യേകം പറയുന്നുണ്ട്. കുലൂ വശ്റബൂ വതസദ്ദഖൂ, നിങ്ങൾ തിന്നുക, കുടിക്കുക, സദഖ ചെയ്യുക, വൽബസൂ, നിങ്ങൾ വസ്ത്രം ധരിക്കുകയും ചെയ്യുക, ഫീ ഗൈരി ഇസ്റാഫിൻ വലാ മഹീല, ഇസ്രാഫ് ഉണ്ടാക്കാൻ പാടില്ല. അതുപോലെ തന്നെ ആ വിഷയത്തിൽ അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. അപ്പോ ധൂർത്തില്ലാത്ത രൂപത്തിൽ ഓരോ സമയങ്ങളിലും ഓരോ കല്യാണങ്ങൾക്കും അതുപോലെ ഓരോ വിശേഷങ്ങൾക്കും പ്രത്യേകം ഡ്രസ്സുകൾ എടുത്തുകൊണ്ട് അങ്ങനെ ഒരു ധൂർത്തിന്റെ അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല എന്നത് ഇസ്ലാം പ്രത്യേകം പറയുന്ന കാര്യമാണ്. എന്നാൽ ദരിദ്രവേഷം ധരിക്കണമെന്നും പറയുന്നില്ല. ഒരിക്കൽ പ്രവാചകന്റെ അടുക്കൽ ഒരാൾ വന്നു, ദരിദ്രവേഷത്തിലാണ് വന്നത്. അപ്പൊ പ്രവാചകൻ ചോദിച്ചു, അലക്ക മാലുൻ, നിനക്ക് സമ്പത്തുണ്ടോ? കാല അദ്ദേഹം പറഞ്ഞു, ഞാൻ അതെ. മിൻ കുല്ലിൽ മാൽ, എല്ലാ രൂപത്തിലുള്ള ധനവും എനിക്കുണ്ട് പ്രവാചകനെ. മിൻ അയ്യിൽ മാൽ, ഏതൊക്കെ നിനക്കുള്ളത്? ഖദ് ആതാനി അല്ലാഹു മിനൽ ഇബ്ലി വൽ ഗനമി വൽ ഖൈലി, എനിക്ക് അല്ലാഹു ഒട്ടകത്തെയും ആടിനെയും കുതിരയെയും എല്ലാം നൽകിയിട്ടുണ്ട്. എല്ലാ സമ്പത്തും, അവിടെ ഏറ്റവും വലിയ ധനികർക്കുണ്ടാകുന്ന സമ്പത്തൊക്കെ ഉണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈദാ ആതാകല്ലാഹു മാലൻ ഫൽയുറാ അലൈക അസ്റു നിഅമത്തില്ലാ, അല്ലാഹു നിനക്ക് സാമ്പത്തികമായ നിഅമത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അടയാളം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. ഈ അടയാളം ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. നല്ല സമ്പന്നരായ ആളുകളാണ് എങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള വസ്ത്രമോ വില കൂടിയതോ ഒക്കെ ധരിക്കുവാൻ അവർക്ക് കഴിയും. പാവപ്പെട്ടവരാണെങ്കിൽ അതിനനുസരിച്ചുള്ള വസ്ത്രമാണ് അവർക്ക് ഉണ്ടാവുക. അള്ളാഹ് നൽകിയിട്ടുള്ള നിഅമത്തിനനുസരിച്ചുള്ള ഭംഗിയുള്ള വൃത്തിയുള്ള വസ്ത്രം നീ ധരിക്കണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ അദ്ദേഹത്തെ ഉണർത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ, അദ്ദേഹം ഒരിക്കൽ പള്ളിയിൽ വെച്ചുകൊണ്ട് ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ക്ലാസ് ഒക്കെ നടന്നു. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരാളെ വിളിച്ചു. അയാൾ ഒരു ദരിദ്രവേഷത്തിൽ വന്ന ആളാണ്. ദരിദ്രവേഷത്തിൽ വന്നിട്ടുള്ള ആളെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ആ മുസല്ലന്റെ ചോട്ടിൽ 1000 ദിർഹമുണ്ട്. ആ കാണുന്ന മുസല്ലന്റെ ചോട്ടിൽ 1000 ദിർഹമുണ്ട്. ഈ അത് കൊണ്ടുപോയിട്ട് വസ്ത്രം വാങ്ങിക്കോ, ഡ്രസ്സ് വാങ്ങിക്കോ എന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, ഉസ്താദേ, ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാരനാ, ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ ധനികനാ, ഞാൻ എങ്ങനെ ആ പൈസ എടുത്ത് ഇത് വാങ്ങും എന്ന് പറഞ്ഞപ്പോ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മഹുല്ലാ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നിട്ട് പടച്ചോൻ തന്നിട്ടുള്ള നിഅമത്ത് നിനക്ക് തന്നിട്ട് നിന്റെ ശരീരത്തിൽ, നിന്റെ വസ്ത്രത്തിൽ എന്താ അത് കാണാത്തത്? അള്ളാഹു നൽകിയിട്ടുള്ള സാമ്പത്തികമായ നിഅമത്ത് നൽകിയിട്ടുണ്ട് എങ്കിൽ നിന്റെ വസ്ത്രത്തിലും മാന്യമായ രൂപത്തിൽ അത് ഉണ്ടാകണം. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ അത് ഇസ്രാഫായി മാറുവാനും പാടില്ല. അപ്രകാരം തന്നെ ആ വിഷയത്തിലുള്ള മറ്റൊരു കാര്യം സുഹൃത്തിന്റെ വസ്ത്രമാകരുത് എന്നാണ്. പ്രശസ്തിയുടെ ആളുകൾ കണ്ടാൽ മാത്രം ഒരു പ്രത്യേകമായ വേഷത്തിൽ, കോലത്തിൽ, കാര്യത്തിൽ എന്ന് എവിടെയോ ധരിക്കുന്ന ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടുള്ള വസ്ത്രവുമാകാൻ പാടില്ല എന്ന്. അപ്പോ ഈ കാര്യങ്ങളൊക്കെ ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഔറത്ത് മറയുന്നതാവണം. ഔറത്ത് ഏതാണ്, സ്ത്രീകൾ എങ്ങനെ ധരിക്കണം, പുരുഷന്മാർ എങ്ങനെ ധരിക്കണം, ആ വിഷയത്തിൽ ഇസ്ലാം പറഞ്ഞുള്ള ഗൗരവം എത്രത്തോളമാണ് എന്നതൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിൽ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ വിഷയങ്ങളിൽ, നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന കാര്യങ്ങളിൽ അതെല്ലാം കൃത്യമായി കേൾക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഇസ്ലാമിൽ നീ നിശ്ചയിച്ചിട്ടുള്ള ആ വസ്ത്ര സംസ്കാരം, ആ സംസ്കാരത്തോടു കൂടി തന്നെ സ്വീകരിക്കുവാനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കുമെല്ലാം അത് ഇസ്ലാമികമായ നിലപാടെടുത്തുകൊണ്ട് ആ നിലപാടോടുകൂടി മുന്നോട്ട് പോകുവാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്നതും മരണപ്പെട്ടു പോയതുമായ മാതാപിതാക്കളും
ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അവർക്കും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ബന്ധുക്കളും മറ്റുള്ളവരും ഈ പള്ളിയുടെ ചുറ്റുഭാഗങ്ങളിൽ ഖബറുകളിൽ ബർസഖിയായ ജീവിതം അനുഭവിക്കുമ്പോ അല്ലാഹുവേ അവരുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ സ്വർഗത്തിൽ നിന്നുള്ള ഒരു കവാടം അവരുടെ ഖബറുകളിലേക്ക് തുറക്കപ്പെടുന്ന ഒരു അവസ്ഥ നീ ഉണ്ടാക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ സന്തുഷ്ടമായ കുടുംബജീവിതം ഞങ്ങൾക്ക് നീ നൽകണമേ റബ്ബേ. കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പുഞ്ചിരിയോടെയും കഴിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ നിലനിർത്തണമേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ ഏർപ്പെടുന്ന തൊഴിലുകളിൽ നീ എപ്പോഴും ബർക്കത്തും റഹ്മത്തും ചൊരിയണമേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ആരോഗ്യ രംഗത്ത് മോശമായ പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കരുതേ തമ്പുരാനെ. പ്രായാധിക്യത്താലുള്ള വിഷമതകളെ കൊണ്ട് നീ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുതേ റഹ്മാനെ. ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.